വിജേഷ്, ഓപ്പറേഷൻ റൈസിംഗ് ലയൺ അത് ഇസ്രയേലിനെ സംബന്ധിച്ച ഒരു പരാജയ അധ്യായമാണെന്നാണ് ഇപ്പോൾ ഒടുവിൽ വരുന്ന വിവരങ്ങൾ. ഏതാണ്ട് 40,000-ഓളം കെട്ടിടങ്ങൾ, അത് വ്യവസായശാലകളടക്കം വീടുകളടക്കം തകർക്കപ്പെട്ടു. ഏതാണ്ട് 10,000-ലധികം പേരെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നു. അപ്പോൾ ഒരു പുനരധിവാസത്തിന് വേണ്ടിയിട്ട് സഹായം അഭ്യർത്ഥിക്കേണ്ട അവസ്ഥയിലേക്ക് ഇസ്രായേൽ എത്തിയെന്നാണ് വാർത്തകൾ വരുന്നത്. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? എന്താണ്? അതായത് ജൂൺ 13-ാം തീയതി ഓപ്പറേഷൻ റൈസിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ ഇറാനെ അടിച്ച സംഭവമാണത്. പക്ഷെ അതിന് തിരിച്ചടി അതിഭീകരമായിപ്പോയി. ഇറാൻ കണ്ട അവിടെ ഇവിടെ ഒക്കെ മിസൈലിട്ട് പൊട്ടിച്ചോളാം. എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ മിസൈൽ ആക്രമണം നടത്തി. ഈ ഓപ്പറേഷൻ റൈസിംഗ് സ്റ്റാറിന് തിരിച്ചു കിട്ടിയത്, ഓപ്പറേഷൻ റൈസിംഗ് ലയൺ തിരിച്ചു കിട്ടിയത് അതിഭീകരമായ ഒരു തിരിച്ചടി തന്നെ. ഏകദേശം പ്രേം പറഞ്ഞതുപോലെ 40,000-ഓളം വീടുകളും കെട്ടിടങ്ങളും ഒക്കെ ഉൾപ്പെടെയുള്ള തകർന്നു. ചുരുക്കി പറഞ്ഞാൽ അവരുടെ ഒരു ടൗൺഷിപ്പ് തന്നെ ഇല്ലാതായിപ്പോയി. 10,600-ഓളം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. അപ്പോൾ ഇത്രയും ആളുകളുടെ പിന്നീടുള്ള ജീവിതത്തെ അത് ഭീകരമായിട്ട് ബാധിച്ചു എന്നതാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയി. തൊഴിലില്ലായ്മ രൂക്ഷം, താമസിക്കാൻ സ്ഥലമില്ല, ഭക്ഷണം കഴിക്കാൻ സാഹചര്യമില്ല. അങ്ങനെയുള്ള ഇതിലേക്ക് ഇറാൻ്റെ ആക്രമണം കൊണ്ട് ഇസ്രായേലിന് നാശനഷ്ടങ്ങൾ വന്നു എന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഏകദേശം 3 ലക്ഷം സൈനികരെ അവർ സജ്ജരാക്കി നിർത്തി. സൈനികർ എന്നവർ പറയുന്നത് സാധാരണക്കാരായ ആളുകളെ അവർ തിരഞ്ഞെടുത്താണ് ആ സമയത്ത്, അടിയന്തര സാഹചര്യം പ്രമാണിച്ച് റിസർവ്. അപ്പോൾ ഈ 3 ലക്ഷം ആളുകൾ അവരുടെ കുടുംബം ഒഴിവാക്കി, അവരുടെ ചെറിയ കച്ചവടങ്ങൾ ഉണ്ടായിരുന്നു അതൊഴിവാക്കി, അവരുടെ കൂലി തൊഴിലുകൾ ഉണ്ടായിരുന്നു അതെല്ലാം ഒഴിവാക്കിയിട്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് അവർ സൈനിക വേഷം കെട്ടാൻ തയ്യാറായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ കുടുംബവും പട്ടിണിയിലേക്ക് പോയി. അവർക്ക് ഇവരുടെ ശമ്പളം കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റാതെ വന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയി. ഇനിയൊരു പഴയ ഇസ്രായേലായിട്ട് ആ ടൗൺഷിപ്പൊക്കെ തയ്യാറാക്കി തിരിച്ചു വരണമെങ്കിൽ മറ്റുള്ള ആളുകളുടെ കയ്യിൽ നിന്നും സഹായം വേണം എന്നാണ് പറയുന്നത്. ഇത് സഹായ അഭ്യർത്ഥനയുമായിട്ട് ഓജൻ എന്ന് പറയുന്ന ഒരു സന്നദ്ധ സംഘടനയുണ്ട് ഇസ്രായേലിൽ. അവരവരുടെ വെബ്സൈറ്റ് വഴിയും അവിടുത്തെ പത്രങ്ങൾ വഴിയുമാണ് ഇപ്പോൾ സഹായ അഭ്യർത്ഥന നടത്തിയിരിക്കുന്നത്. അവർ ഏകദേശം 100 മില്യൺ ഇസ്രായേൽ ഷെക്കേൽ, അത് പറഞ്ഞു കഴിഞ്ഞാൽ 252.72 കോടി രൂപ ഇന്ത്യൻ മണിയിൽ പറയുമ്പോൾ, അത്രയും തുക കണ്ടെത്താനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അത്രയും തുകയെങ്കിലും കണ്ടെത്തിയാൽ മാത്രമേ നിലവിലുള്ള സാഹചര്യം ഒന്ന് മറികടക്കാൻ പറ്റൂ എന്നതാണ് അവരുടെ ഔദ്യോഗികമായിട്ടുള്ള കണ്ടെത്തൽ. അവരുടെ റിപ്പോർട്ട് പ്രകാരം അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ വിശദമായിട്ട് ഇവർ കാര്യങ്ങളെല്ലാം തന്നെ കണക്ക് നിരത്തിയിട്ട് ആ പരസ്യത്തിൽ കൊടുത്തിട്ടുണ്ട്. അതായത് അവർ പത്രപരസ്യം കൊടുത്തത് ഇങ്ങനെയാണ്: ഇറാൻ്റെ ആക്രമണത്തിൽ നമുക്ക് ഭീമമായ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ പല സഹോദരങ്ങളും മരണമടഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ കുടുംബങ്ങളെ നമുക്ക് ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. പല ആളുകളുടെയും തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർക്ക് തല ചായ്ക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പം ഇവരെ നിലവിലുള്ള സാഹചര്യത്തിൽ ഈ തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ മാറ്റിയിട്ട് അവിടെ പുതിയ കെട്ടിടങ്ങൾ പണിയുക എന്ന് പറയുന്നത് ഒരുപാട് സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് വേറൊരു സ്ഥലം കണ്ടുപിടിച്ച് നമുക്ക് ഇവരെ എല്ലാവരെയും അങ്ങോട്ട് മാറ്റിപ്പാർപ്പിച്ച് അവർക്ക് അവിടെ ജോലി ചെയ്ത് ജീവിക്കാൻ ആവശ്യമായ ഒരു സാഹചര്യം കൂടി ഒരുക്കി കൊടുക്കണം. അവർക്ക് അതാത് ദിവസം ഭക്ഷണം വെച്ച് ജീവിക്കണമെങ്കിൽ അവർക്ക് സാമ്പത്തിക സഹായം മാത്രം കൊടുത്താൽ പോരാ, അവർക്കൊരു തൊഴിൽ കൂടി നമ്മൾ കണ്ടെത്തി കൊടുക്കേണ്ടതുണ്ട്. അതിന് സന്നദ്ധരായിട്ടുള്ള സംഘടനകളിൽ നിന്നോ ആളുകളിൽ നിന്നോ സഹായം നമുക്ക് വേണം എന്ന് പറഞ്ഞാണ് ഇവർ ഓജൻ എന്ന് പറയുന്ന സന്നദ്ധ സംഘടന പത്രപരസ്യം കൊടുത്തത്. നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയ ഒരു കാര്യം, അമേരിക്ക അവർക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അമേരിക്ക ഇറാനെ ആക്രമിക്കാനുള്ള വെടിക്കോപ്പുകൾ മാത്രമേ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. മറ്റ് തിരിച്ചടി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റയ്ക്ക് വാങ്ങിക്കൊള്ളണം, ഞങ്ങളതിലില്ല എന്ന രീതിയിൽ പറഞ്ഞ അമേരിക്കയും ട്രംപും മാറി നിന്നിട്ടുണ്ടാവണം എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സന്നദ്ധ സംഘടനകളിൽ നിന്നോ ആൾക്കാരിൽ നിന്നോ പണം ആവശ്യപ്പെട്ടുള്ള ഒരു പരസ്യത്തിലേക്ക് ഇസ്രായേൽ പോകേണ്ടി വരുന്നെങ്കിൽ അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നാശനഷ്ടമാണ് വന്നിട്ടുള്ളത്. ഈ അമേരിക്കയിൽ ഒരു വലിയ വിഭാഗം ഈ ജൂതന്മാരുണ്ട്, അതായത് ഇസ്രയേലികളുണ്ട്. അതേപോലെ മറ്റ് സ്ഥലങ്ങളിലും ഇതേപോലെ തന്ത്രപ്രധാനമായ ജോലികളിൽ അല്ലെങ്കിൽ കീ പോസ്റ്റുകളിൽ ജൂതന്മാർ, ഇസ്രയേലികൾ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അങ്ങനെയുള്ള, അപ്പോൾ നമ്മൾ ഈ കേരളത്തിൽ എന്തെങ്കിലും പ്രകൃതിക്ഷോഭമൊക്കെ ഉണ്ടാകുമ്പോൾ പ്രവാസികളിൽ നിന്ന് പിരിവെടുക്കില്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ സമാനമായ മാതൃകയിലാണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്നാണ് തോന്നുന്നത്. പക്ഷേ ഇവിടെ മറ്റൊരു സംഗതി കൂടി, പറയാതെ പോയൊരു സംഗതി കൂടിയുണ്ട്. ഇപ്പോൾ ഇവർക്കുണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്കാണല്ലോ വന്നത്. ഈ യുദ്ധാവശ്യത്തിന് വേണ്ടി ഒരു ദിവസം എത്ര രൂപ ചെലവഴിച്ച് കാണും? എത്ര ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ എത്ര കോടി രൂപയുടെ ആയുധങ്ങളായിരിക്കും ഈ ഇസ്രയേൽ മുടക്കിയിട്ടുണ്ടാവുക? ഇത് മാത്രമല്ല, ഒരു റിപ്പോർട്ട് കൂടി വന്നിരുന്നു, ഇവരുടെ ഈ അയൺ ഡോം എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ, അവിടെ നിന്ന് വരുന്ന റോക്കറ്റുകൾ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം, അതിൻ്റെ റോക്കറ്റുകൾ തീരുന്നൊരവസ്ഥ വരെ ഉണ്ടായിരുന്നു.
അപ്പോൾ അത്രയ്ക്ക്, അതായത് ഇനി അവർക്ക് അവരുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ, അവർക്ക് ഇപ്പോഴും മറ്റേ ഇറാനുമായിട്ടുള്ള സമാധാനമായെന്നേ ഉള്ളൂ, അവർക്ക് ഹമാസിൻ്റെ ഭീഷണിയുണ്ട് ഇപ്പോഴും. അതെ. അപ്പോൾ ആയുധവൽക്കരിക്കുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ തകർന്ന കെട്ടിടങ്ങൾ അവർക്ക് റിപ്പയർ ചെയ്തെടുക്കണം, തൊഴിൽ നഷ്ടമായവർക്ക് പുതിയ തൊഴിൽ കൊടുക്കണം, തൊഴിൽ ശാലകൾ തന്നെ ഇല്ലാതായിട്ടുണ്ടാവും, അപ്പോൾ അത് രണ്ടാമത് ഉണ്ടാക്കിയെടുക്കണം. അത് കൂടാതെയാണ് അവരുടെ ഈ ആയുധപ്പുരയിൽ ഒഴിഞ്ഞുപോയ ആയുധങ്ങൾക്ക് പകരം രണ്ടാമത് ആയുധങ്ങൾ കൊണ്ടുവരണം. അപ്പോൾ ഇതെത്രയും, ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ വലിപ്പത്തിൽ വളരെ ചെറിയൊരു രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനും മാത്രമുള്ള വിഭവം അവരെവിടുന്ന് കണ്ടെത്തും എന്നുള്ളതാണ് അറിയേണ്ടത്. ഒരുപക്ഷെ അമേരിക്ക വലിയ രീതിയിൽ സാമ്പത്തികമായി സഹായിക്കുമായിരിക്കും. ഒരുപക്ഷെ ഈ നഷ്ടപ്പെട്ടു പോയ ആയുധങ്ങളൊക്കെ അമേരിക്ക വേറെ പകരം കൊടുക്കുമായിരിക്കും. പക്ഷെ അടിസ്ഥാനപരമായി അവിടുത്തെ നാട്ടുകാരുടെ പ്രശ്നം, അവരുടെ ദുരിതം പരിഹരിക്കേണ്ടത് ഇസ്രായേൽ സർക്കാരിൻ്റെ മാത്രം ബാധ്യതയായി മാറും. അവിടെയാണ് നെതന്യാഹുവിന് വെള്ളം കുടിക്കാൻ പോകുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ തന്നെ യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വഴിക്ക് പോവുക, ആ യുദ്ധത്തിൻ്റെ അവശിഷ്ടങ്ങളും അതിൻ്റെ ബാക്കി പത്രവും പേറേണ്ടി വരുന്ന ആ ഭാഗത്തുള്ള ജനതകൾ മാത്രമാണ്. അതെ, നമ്മൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്നു, അതിർത്തി രാജ്യങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് അവർക്കൊരു സുരക്ഷ എന്ന് പറഞ്ഞ സൈനികരുണ്ടാവും എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് അവർക്ക് എന്തെങ്കിലും നാശനഷ്ടം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർ തന്നെ അത് ബിൽഡപ്പ് ചെയ്തെടുക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് ആയിട്ട് എപ്പോഴും നാശനഷ്ടം മാത്രമാണ് അതിൻ്റെ റിസൾട്ട്. നഷ്ടമാണ് യുദ്ധത്തിൻ്റെ റിസൾട്ട്, അതല്ലാതെ വിജയം എന്ന് പറയുന്നത് പേരിനിപ്പം ഇത് തന്നെ രണ്ടുപേരും അവരുടെ അണികളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ നാട്ടിലുള്ള ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് വിജയാഹ്ലാദ പ്രകടനം നടത്തി. അറ്റ് ലാസ്റ്റ് ഇവർ എല്ലാം പരാജയപ്പെടുകയാണ് ചെയ്തത് എന്നതാണ് വസ്തുത, ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ. ഏതായാലും പണസമാഹരണം നടക്കട്ടെ. ആ പണസമാഹരണം കൊണ്ട് മാത്രം പരിഹരിക്കപ്പെട്ടില്ലെങ്കിലാണ് വിഷയം ഉണ്ടാകാൻ പോകുന്നത്. കാര്യം ഈ വീടില്ലാതായി പോകുന്നവരുടെ സങ്കടം നമ്മൾ പലസ്തീനിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത്. അവിടെയാണ് വലിയ വലിയ വിലാപങ്ങളും പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ അതിൻ്റെ ചിത്രങ്ങളാണ് പ്രചരിച്ചിരുന്നത്. സമാനമായ ദൃശ്യങ്ങളും ചിത്രങ്ങളും ഇസ്രയേലിൽ നിന്ന് വരുന്നത് അത്ര പരിചിതമല്ല, നമുക്ക് കണ്ടിട്ടില്ല, നമ്മൾ ചിന്തിച്ചിട്ട് പോലുമില്ല ഇസ്രയേലിന് ഇങ്ങനൊരു ഗതി വരുമെന്ന്. പക്ഷെ അത് ഏതാണ്ട് വരുത്തി വെച്ച ഒരു കേസാണ്. കാര്യം ഇറാനെ അങ്ങോട്ട് ചെന്ന് ആക്രമിക്കുകയായിരുന്നല്ലോ. ഇറാൻ അക്കാര്യം എടുത്തു പറയുന്നതുകൊണ്ട് ഞങ്ങളെ ആക്രമിച്ചതുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ചടിച്ചത്. അതേപോലെ ആ സമാധാന കരാർ ഉണ്ടാക്കിയപ്പോഴും അവരൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ആക്രമിക്കില്ല, ഞങ്ങൾ ആദ്യം ആക്രമിക്കില്ല. ഇപ്പോൾ ഇറാൻ ഒരു എഡ്ജ് കിട്ടിയ മാതിരിയാണ്. ഇറാൻ വാസ്തവത്തിൽ അവരാണ് ഈ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനെയാണ് അടിച്ചൊതുക്കിയതെങ്കിലും അവരുടെ നിലപാടുകൾക്ക് സ്വീകാര്യത കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തം. കാര്യം അവരെ ആക്രമിക്കപ്പെട്ടു, അതുകൊണ്ട് അവർ തിരിച്ചടിച്ചു. ഒരു ധാർമ്മിക വശം അവർക്കാണുള്ളത്. അവരെ അങ്ങോട്ട് കയറി അടിച്ചതാണല്ലോ. ഈ പറയുന്ന പോലെ അവിടെ ആറ്റം ബോംബുണ്ട് എന്നും പറഞ്ഞിട്ട് ആക്രമണം നടത്തിയവർ ആറ്റം ബോംബ് എവിടെയെന്ന് ചോദിച്ചാൽ ഇല്ല, മറ്റേ ഇതാണ് രേഖ എന്ന് പറഞ്ഞ പോലുള്ള അവസ്ഥയിലാണ്. അപ്പോൾ ഉദ്ദേശിച്ച ലക്ഷ്യവും നേടിയില്ല, കുറേ കാശും പോയി, കുറേ കെട്ടിടങ്ങളും തകർന്നു, കുറേ പേരുടെ ജീവനും പോയതാണ് ബാക്കി പത്രം.